ലെമൺ വാട്ടറിനെ കുറിച്ച്, നാരങ്ങ വെള്ളത്തെ കുറിച്ച് കുറെ പേർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. അത് നല്ലതാണോ, അപകടകരമാണോ? ലെമൺ വാട്ടർ കുടിച്ചാൽ വെയിറ്റ് കുറയോ? ലെമൺ വാട്ടർ കുടിച്ചാൽ വയറെരിച്ചിൽ കൂടുവോ? ഇത് ലിവറിന് നല്ലതാണോ? അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ കുറെ സംശയങ്ങളുണ്ട്. നമുക്ക് ലെമൺ വാട്ടർ നല്ലതാണോ അപകടമാണോ എന്നുള്ളത് ഈ വീഡിയോയിൽ പറയാം. സാധാരണയായി ലെമൺ വാട്ടർ കുടിക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന ചില അബദ്ധങ്ങളെ കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ലെമൺ വാട്ടർ കുടിക്കുമ്പോൾ എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അതിന്റെ തൊലി കളയുന്നത്. ആ നാരങ്ങയുടെ തൊലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏറ്റവും നല്ലത് ഒരു ഹാഫ് പീസ് നാരങ്ങ എടുത്ത് അത് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതാണ്. എന്നിട്ട് അത് അരിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു 250 ml അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു അര നാരങ്ങ നീരാണ് നമുക്ക് വേണ്ടത്. അതിൽ കൂടുതലാവരുത്. ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഒരു വലിയ നാരങ്ങ ഫുള്ള് ജ്യൂസ് എടുത്ത് അടിച്ച് കുടിച്ചാൽ വയറെരിച്ചിൽ വരും. അത് നമ്മുടെ പല്ലിന് പോലും കേടാണ്. നമ്മുടെ പല്ലിന്റെ പുറത്ത് ഒരു ഇനാമൽ എന്ന കോട്ടിംഗ് ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് ലെമൺ വാട്ടർ കഴിക്കുന്നത്, കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരുപാട് നീരൊക്കെ ചേർത്ത് കഴിക്കുന്നത് ഈ പല്ലിന് കേടാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ലെമൺ വാട്ടർ കുടിച്ചാൽ വായ നന്നായിട്ട് നല്ല വെള്ളം കൊണ്ട് വൃത്തിയാക്കി കഴിക്കണം. ഇനി അടുത്തൊരു മിസ്റ്റേക്ക്, എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്നുള്ളത് അത് എപ്പോൾ കുടിക്കണം എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെയൊന്നും ലെമൺ വാട്ടർ കുടിക്കരുത്. ഏറ്റവും നല്ലത് രാവിലെ വെറും വയറ്റിൽ ലെമൺ വാട്ടർ കുടിക്കാം. അത് നിങ്ങളുടെ ദഹനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും. നിങ്ങളുടെ വയറിന് ബ്ലോട്ടിംഗ് ഒക്കെ ഉള്ളവര്, വയറ് വീർക്കൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. ലെമൺ വാട്ടർ കുടിച്ചിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വയറെരിച്ചിൽ പോലുള്ള അസുഖങ്ങൾ ഉള്ളവര് രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കാത്തതാണ് നല്ലത്. രാവിലെ ലെമൺ വാട്ടർ കുടിക്കുന്നത് നമ്മുടെ ലിവറിന് വളരെ നല്ലതാണ്. അത് ലിവറിന് ഒരു ഡീടോക്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിൽ വൈറ്റമിൻ സി ഉണ്ട്, ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതൊക്കെ ലിവറിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് ശരീരത്തിലെ കൊഴുപ്പിനെ വിഘടിപ്പിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഈ ലെമൺ വാട്ടർ രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കാതിരിക്കുക. അത് ചിലപ്പോൾ വയറിന് എരിച്ചിൽ ഉണ്ടാക്കാൻ കാരണമാവും. അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പലരും ചെയ്യുന്നതാണ്. ലെമൺ വാട്ടർ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ധാരാളം മധുരം ആഡ് ചെയ്യാം. ലെമൺ വാട്ടറിന്റെ നല്ല പഞ്ചസാര ഇട്ട് കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ഉണ്ടാകുന്ന ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും. അത് നിങ്ങളുടെ ലിവറിനെ സഹായിക്കുന്നതിന് പകരം, ലിവറിന്റെ ആരോഗ്യം നൽകുന്നതിന് പകരം അത് ലിവറിനെ കൂടുതൽ ബുദ്ധിമുട്ടാക്കും. നിങ്ങൾ കുടിക്കുന്ന ലെമൺ വാട്ടർ പഞ്ചസാര ഇട്ട് കുടിക്കുമ്പോൾ നമ്മുടെ ലിവറിൽ ആ ലെമൺ വാട്ടർ നമ്മുടെ ലിവറിനോട് പറയുന്നത് ഫാറ്റ് ശരീരത്തിൽ ശേഖരിച്ച് വെക്കാനാണ്. അത് ഫാറ്റി ലിവറിന് കാരണമാകും. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ലെമൺ വാട്ടർ കുടിക്കാത്തതാണ്. ഒരു 1-2 ദിവസം ഈ ലെമൺ വാട്ടർ കുടിച്ചിട്ട് നമ്മൾ പറയും ഫലമൊന്നും കാണുന്നില്ല, ഞാൻ നിർത്തുകയാണെന്ന്. എന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ ഗുണങ്ങളൊക്കെ കിട്ടണമെങ്കിൽ 1 മാസമെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് കുടിക്കണം. അപ്പോൾ നമുക്ക് അതിന്റെ ഗുണങ്ങളെല്ലാം കാണാൻ പറ്റും. നമുക്കതിന്റെ ഗുണങ്ങളൊന്ന് പറഞ്ഞാലോ? ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് അത് ദഹനത്തെ കൂട്ടും. ഇന്ന് പലർക്കുള്ള ബുദ്ധിമുട്ടാണ് മലബന്ധമൊക്കെ. അപ്പോൾ ഇത് മലബന്ധമൊക്കെ മാറ്റി ശോധന കറക്റ്റ് ആക്കും. അടുത്തതാണ് നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രേഷൻ, അതായത് ജലാംശം കൂട്ടും. നമ്മൾ രാവിലെ വെറും വയറ്റിലാണ് ഈ ലെമൺ വാട്ടർ കുടിക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി ഒരു 8 മണിക്കൂറിന് ശേഷമൊക്കെയാണ് വെള്ളം കുടിക്കുന്നത്. രാത്രി ഉറങ്ങുമ്പോൾ അത്രയും സമയം നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളമൊന്നും എത്തുന്നില്ല. എന്നാൽ വേർത്തിട്ടാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾക്ക് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ലെമൺ വാട്ടർ നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കും. അടുത്ത ലെമൺ വാട്ടറിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അത് സ്കിന്നിനെ നല്ല തിളക്കമുള്ളതാക്കി മാറ്റും. കാരണം എന്താ? അതിൽ വൈറ്റമിൻ സി ഉണ്ട്, പല ആന്റി ഓക്സിഡൻസും ഒക്കെ ഉണ്ട്. അതെല്ലാം സ്കിന്നിന്റെ ആരോഗ്യത്തെ കൂട്ടും. അത് നമ്മുടെ സ്കിന്നിനെ തിളക്കമുള്ളതാക്കി മാറ്റും. ഈ നമ്മുടെ സ്കിന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി ഒക്കെ ഉപയോഗിക്കും. അതിന്റെ സിറങ്ങളൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റമിൻ സിയുടെ നല്ലൊരു സോഴ്സാണ് ലെമൺ വാട്ടർ. അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി സപ്പോർട്ടാണ്. ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടും. വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ നല്ലതാണെന്ന് നിങ്ങൾക്ക് അറിയാലേ. അപ്പോൾ ഈ ലെമൺ വാട്ടറിലുള്ള മറ്റു പല കോമ്പൗണ്ടുകളും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ലെമൺ വാട്ടർ വെയിറ്റ് മാനേജ്മെന്റിൽ, വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. എല്ലാ ദിവസവും വെറും വയറ്റിൽ ഈ ലെമൺ വാട്ടർ കുടിക്കുന്നത് ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കും. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ലെമൺ വാട്ടർ നമ്മുടെ ലിവറിന് വളരെയധികം നല്ലതാണ്. അത് ഡീടോക്സിന് സഹായിക്കുന്നു.
നമ്മൾ പറഞ്ഞു ശരീരത്തിലെ വിഷാംശങ്ങളെല്ലാം കളയാൻ ഈ ലെമൺ വാട്ടർ സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ മെറ്റബോളിസത്തെ കൂട്ടും. ഇനി ഇപ്പം നമ്മൾ സാധാരണ കേൾക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകളാണ്. ഏതൊക്കെയാന്ന് നോക്കാം. ചിലർ പറയാറുണ്ട് നാരങ്ങ വെള്ളം കുടിച്ചാൽ നമ്മുടെ ജോയിന്റ് പെയിനുകൾ കൂടുമെന്ന്. എന്നാൽ ശരിക്കും അങ്ങനെയല്ല. വൈറ്റമിൻ സി ഒക്കെ ഉള്ളത് കൊണ്ട് അത് ജോയിന്റ് പെയിനുകൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഈ ലെമൺ വാട്ടർ കുടിച്ചാൽ അസിഡിറ്റി കൂടുന്നുള്ളതാണ്. അസിഡിറ്റി ഉള്ളവർക്ക് ചിലപ്പോൾ ഈ ലെമൺ വാട്ടർ കുടിച്ചാൽ അസിഡിറ്റി കൂടാൻ കാരണമായേക്കാം. എന്നാൽ നമ്മൾ ഇത് മിതമായിട്ട് കുടിക്കുന്നത് അസിഡിറ്റി ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ലെമൺ വാട്ടറിൽ എല്ലാവരും ലെമൺ വാട്ടർ കുടിക്കണമെന്നും അതിന്റെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ചിലർ സാധാരണ വരുത്തുന്ന തെറ്റുകൾ, മിസ്റ്റേക്കുകളും നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്നും ലെമൺ വാട്ടർ കുടിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആരോഗ്യ ഗുണങ്ങളെല്ലാം കിട്ടും. ഇതുപോലുള്ള ഹെൽത്ത് ടിപ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം കമന്റിൽ ചോദിക്കുക. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.